ഇനി സോഷ്യൽ മീഡിയയിൽ മറ്റു ചിലർ വാദിക്കുന്നത് കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് ശിരോവസ്ത്രം തന്നെയല്ലേ എന്നാണ്. ഒന്ന് മനസ്സിലാക്കുക, സ്കൂൾ യൂണിഫോം അത് വിദ്യാർത്ഥികൾക്കുള്ളതാണ്, അധ്യാപകർക്കല്ല. അത് ഏർപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾ തമ്മിൽ പരസ്പരം യാതൊരു വിവേചനവും ഉണ്ടാകാതിരിക്കുവാനാണ്. ഫാത്തിമ ഹുസൈൻ സയ്യിദ് വേഴ്സസ് ഭാരത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആൻഡ് ഓർസ് കേസിൽ മുംബൈയിലെ കാർത്തിക് ഹൈസ്കൂളിൽ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട സമാനമായൊരു സംഭവത്തിൽ ബോംബെ ഹൈക്കോടതി ഇക്കാര്യം വിലയിരുത്തി സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതോ ശിരോവസ്ത്രം മൂടുന്നതോ പ്രിൻസിപ്പൽ നിരോധിക്കുന്നത് ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളിന്റെ ലംഘനമല്ലെന്ന് വിധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും മുകളിൽ പരാമർശിച്ച വിധിന്യായങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ ശിരോവസ്ത്രമോ തലമൂടുന്ന വസ്ത്രമോ നിരോധിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ന്റെ ലംഘനമല്ല. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും മാനേജ്മെന്റിന് തീരുമാനമെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ വിദ്യാലയങ്ങൾ മതസ്ഥാപനങ്ങളല്ല.